ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുടർന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസറുമാണ് പാർട്ട് 2-വിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യ ഭാഗം പാർട്ട് 1 കാണാവുന്നതാണ്. First question. The sum of the interior angle of a closed traverse is. ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾസിന്റെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് n-2 × 180 ഡിഗ്രി, അതേപോലെ 2n-4 × 90 ഡിഗ്രി. ഹെൻസ് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു റെഗുലർ പെൻഡഗൺ ആണ്. ഈ പെൻഡഗണിന്റെ ഇന്റേണൽ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ സം ഓഫ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ n-2 × 180 ഡിഗ്രിയിൽ n = 5 ആണ്. ബിക്കോസ് പെൻഡഗണിന് 5 സൈഡാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് സമ്മ് 540 ഡിഗ്രിയും കിട്ടും. ഇനി 1 ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ 540 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ പെൻഡഗൺ 108 ഡിഗ്രി ആയിട്ട് കിട്ടും. ഓക്കെ. Next question. The method of tachyometry is generally done by. Tachyometry എന്ന് പറയുന്നത് സർവേയിങ്ങിലെ ഒരു ബ്രാഞ്ചാണ്. ആൻഡ് ഇതേപോലെയുള്ള ടോപ്പോഗ്രഫിയിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചെയിനിങ്, ടേപ്പിങ് അങ്ങനത്തെ മെത്തേഡ് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതേപോലെയുള്ള സർഫസസിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഒക്കെ ഇൻഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ ടക്യോമെട്രി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് തന്നെ, ആ ഒരൊറ്റ റീഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ടക്യോമെട്രിക് സർവേയിങ് എന്ന് പറയുന്നത്. ഇനി ടക്യോമീറ്ററിൽ നമ്മുടെ നോർമൽ തിയോഡലൈറ്റ് പോലെ തന്നെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് തന്നെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഫ്രത്തിൽ സ്റ്റേഡിയ ഹെയർസ് ഉണ്ട്. അപ്പർ സ്റ്റേഡിയ ഹെയറും ലോവർ സ്റ്റേഡിയ ഹെയറും. അങ്ങനെ ക്രോസ് ഹെയർ എന്ന് പറയുന്നത് 3 ഹൊറിസോണ്ടൽ ലൈനും 1 വെർട്ടിക്കൽ ലൈനും ചേർന്നതാണ്. ഈ അപ്പർ ആൻഡ് ലോവർ സ്റ്റേഡിയ ഹെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്റ്റേഡിയ ഇന്റർവൽ I. അപ്പോൾ മെത്തേഡ് ഓഫ് ടക്യോമെട്രി എന്ന് പറയുന്നത് മെയിൻലി 2 മെത്തേഡ്സ് ആണുള്ളത്. സ്റ്റേഡിയ മെത്തേഡും ടാൻജൻഷ്യൽ മെത്തേഡും. അതിൽ സ്റ്റേഡിയ മെത്തേഡിൽ വരുന്നതാണ് ഫിക്സഡ് ഹെയർ സിസ്റ്റം, മൂവബിൾ ഹെയർ സിസ്റ്റം. ഈ സ്റ്റേഡിയ ഇന്റർവൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആണെങ്കിൽ അത് ഫിക്സഡ് ഹെയർ സിസ്റ്റം ആയിരിക്കും. ആൻഡ് മൂവബിൾ ഹെയർ സിസ്റ്റത്തിൽ ആ സ്റ്റേഡിയ ഇന്റർവൽ വേരിയബിളും ആയിരിക്കും. ആൻഡ് മൂവബിൾ ഹെയർ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഫിക്സഡ് ഹെയർ സിസ്റ്റത്തിന് ലെസ് ടൈമാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ ജനറലി നമ്മൾ ടക്യോമെട്രിക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിക്സഡ് ഹെയർ സിസ്റ്റമാണ്. ഓക്കെ, ഹെൻസ് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ യൂഷ്വലി ഫിക്സഡ് ഹെയർ സിസ്റ്റമാണ് പ്രിഫർ ചെയ്യാറ്. ഇനി ഇതിൽ ഓപ്ഷൻസിൽ സബ്റ്റൻസ് ബാർ എന്താണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. സബ്റ്റൻസ് ബാർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഈ ഇൻസ്ട്രുമെന്റിന്റെ ഈ ബാർ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് നോട്ട് ലെങ്ത് ആണ്. അതിൻ്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഈ 2 ടാർഗറ്റ് പോയിന്റ്സിലേക്കും തിയോഡലൈറ്റിൽ നിന്നും ആംഗിൾസ് മെഷർ ചെയ്യും. അതായത് ഈ 2 ടാർഗറ്റ്സും തമ്മിലുള്ള ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്തെടുക്കും, തിയോഡലൈറ്റിൽ നിന്നും മെഷർ ചെയ്തെടുക്കും. ആൻഡ് ഈ ലെങ്ത് എന്ന് പറയുന്നതും നോൺ ആണ്. അപ്പോൾ ഈ നോൺ ലെങ്ത്തും ആ 2 ടാർഗറ്റ് പോയിന്റ്സിലേക്കും സൈറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആംഗിൾ ഉപയോഗിച്ചിട്ടാണ് സബ്റ്റൻസ് ബാറിന്റെ കേസിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, then next question. If L is the length of tracing arm, R is the radius of anchor arm, A is the distance between the roller and the hinge, when the wheel is beyond the hinge, the area of zero circle is given by. ഈ ക്വസ്റ്റ്യൻ പ്ലാനിമീറ്ററിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാനിമീറ്റർ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള ഫിഗേഴ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്ലാനിമീറ്റർ. ഇതുപോലുള്ള ഇറഗുലർ ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതാണ് പ്ലാനിമീറ്റർ. ഈ പ്ലാനിമീറ്ററിന് ഒരു ട്രേസിംഗ് ആം ഉണ്ട്. ഈ ട്രേസിംഗ് ആമിന്റെ
അറ്റത്തായിട്ടാണ് ട്രേസിംഗ് പോയിന്റ് ഉള്ളത്. ഈ ട്രേസിംഗ് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് ഏരിയ ആണോ മെഷർ ചെയ്യേണ്ടത് ആ ഏരിയയുടെ ബൗണ്ടറീസിലൂടെ ട്രേസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് പോൾ ആം ഓർ ഫിക്സഡ് ആം എന്ന് പറയുന്നത്, സോറി ആങ്കർ ആം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആങ്കർ ആമിന്റെ എൻഡിൽ ഒരു ആങ്കർ പോയിന്റ് ഉണ്ട്, അതായത് ഒരു പോൾ ഉണ്ട്. ഇവിടെ ആയിരിക്കും ഈ ഇൻസ്ട്രുമെന്റ് ആങ്കർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെയാണ് മെഷറിംഗ് റോളർ അല്ലെങ്കിൽ വീൽ എന്ന് പറയുന്നത്. നമ്മൾ ട്രേസ് ചെയ്തെടുത്ത് ഈ ഏരിയ എന്ന് പറയുന്നത് റീഡ് ചെയ്തെടുക്കുന്നത് ഇവിടെ നിന്നുമാണ്. ഇവിടെയാണ് ഡയൽ ഗേജ് ഉണ്ട്, ഇവിടെ നിന്നുമാണ് അത് റീഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഹിഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ പിവോട്ട് പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇനി മെഷർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഈ ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത് ഫിഗറിന്റെ ഔട്ട്സൈഡിലായിരിക്കും കീപ്പ് ചെയ്യുക. ഇനി ഏരിയ എന്ന് പറയുന്നത് ലാർജർ ആണെങ്കിൽ ഈ ഫിക്സഡ് പോൾ അല്ലെങ്കിൽ പോൾ എന്ന് പറയുന്നത് ഏരിയയുടെ അകത്തുമായിരിക്കും ഫിക്സ് ചെയ്യുക. എന്നിട്ടാണ് ട്രേസിംഗ് ആം ഉപയോഗിച്ചിട്ട് ഈ പോയിന്റ്സ് എല്ലാം ട്രേസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫിക്സഡ് ആം അഥവാ ഈ ആങ്കർ ആം എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ആങ്കർ ചെയ്യുന്നത് ഏരിയയുടെ അകത്താണെങ്കിൽ, അതായത് ഫിഗറിന്റെ അകത്താണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഈ കമ്പ്യൂട്ട് ചെയ്യുന്ന, അതായത് പ്ലാനിമീറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഏരിയ കൂടാതെ സീറോ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് സീറോ സർക്കിൾ ഏരിയയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഏരിയ ലാർജർ ആണെങ്കിൽ ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ആയിരിക്കും വരിക. അന്നേരം സീറോ സർക്കിൾ എന്ന് പറയുന്ന ഏരിയയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സീറോ സർക്കിൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസർ ആമും ആങ്കർ ആമും തമ്മിൽ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ഈ വീൽ എന്ന് പറയുന്നത് സ്ലൈഡ് ചെയ്യും, പക്ഷെ ഇവിടെ റീഡിംഗ് ഒന്നും മെഷർ ചെയ്യുന്നില്ല. അങ്ങനെ ട്രേസിംഗ് ആമും ആങ്കർ ആമും 90 ഡിഗ്രി കെപ്റ്റ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കുന്ന ആ സർക്കിളാണ് സീറോ സർക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ സീറോ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് പൈ എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2a എന്ന് പറയുന്നത്. ഓക്കെ, വേർ എൽ എന്ന് പറയുന്നത് എന്താണ്? ട്രേസിംഗ് ആമിന്റെ ലെങ്ത്തും, ഓക്കെ സോറി ദിസ് ഇസ് TW, അതായത് ട്രേസിംഗ് ആമിന്റെ ലെങ്ത്തും, ആർ എന്ന് പറയുന്നത് ആങ്കർ ആമിന്റെ റേഡിയസും, എ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റോളർ ആൻഡ് ദ ഹിഞ്ച്. ഇതാണ് വി അഥവാ റോളർ, ആൻഡ് ഹിഞ്ച് എന്ന് പറയുന്നത് ദിസ് പോയിന്റ്, പിവോട്ട് പോയിന്റ്, ആൻഡ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സീറോ സർക്കിൾ ആൻഡ് ഇതാണ് സീറോ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൈഡൽ ഡാറ്റം ആസ് കമ്പയർഡ് ടു ദ മീൻ സീ ലെവൽ ഡാറ്റം ഈസ് യൂഷ്വലി. ഇത് ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈഡൽ ഡാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടൈഡ്സിന്റെ സർട്ടൺ ഫേസസിനനുസരിച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് എലിവേഷൻ നമ്മൾ ഫിക്സ് ചെയ്യും. അതിനെയാണ് ടൈഡൽ ഡാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ടൈഡൽ ഡാറ്റം ആണ്, അതായത് ഈ മീൻ ലോ വാട്ടർ എന്ന് പറയുന്നത്, മീൻ ലോ വാട്ടർ, മീൻ ടൈഡ് ലെവൽ, മീൻ ഹൈ വാട്ടർ, മീൻ ഹൈ വാട്ടർ, ഇതെല്ലാം ടൈഡൽ ഡാറ്റംസ് ആണ്. പല ഡിഫറെൻറ്റ് ഫേസസിനനുസരിച്ച്, ടൈഡ്സിന്റെ ഡിഫറെൻറ്റ് ഫേസസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡാറ്റം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്കറിയാം മീൻ സീ ലെവൽ എന്ന് പറയുന്നത് ഹൈ വാട്ടറിന്റെയും ലോ സീ വാട്ടറിന്റെയും കൂടെ ആവറേജ് മീൻ ലെവൽ എടുത്തിട്ടുള്ളതാണ് മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഈ ടൈഡൽ ഡാറ്റം ഈസ് ഓൾവേസ് ലോവർ ദാൻ മീൻ സീ ലെവൽ. ഓക്കെ, മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ദ സൈക്കിൾ ഓഫ് ടൈഡൽ ഫിനോമിന ഗവേൺഡ് ബൈ ദ മൂൺ ഈസ് ഫോർ. ഈ ക്വസ്റ്റ്യനും ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എർത്ത് പ്ലാനറ്റിൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിനൻ ആണ് ടൈഡൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. അതായത് ഹൈ ടൈഡ്, ലോ ടൈഡ് ഇതെല്ലാം. അതിന്റെ വൺ സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കുക, ഇവിടെ ഇത് നമ്മുടെ എർത്തും മൂണിന്റെയും സണ്ണിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് എർത്തിലെ ഓഷ്യൻസിനൊക്കെ ബൾജിങ് ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ട് സൈഡിലും, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലുമായിട്ട് ബൾജിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഫോഴ്സസിനെയാണ് ടൈഡൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് കൊണ്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട്, സണ്ണിന്റെയും മൂണിന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് ഓഷ്യൻസിന് ഉണ്ടാവുന്ന
ബൾജിങ്. അതാണ് അതിന് കോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ മൂൺ എർത്തിനോട് കുറച്ചുകൂടി അടുത്തായതിനാൽ മൂൺ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ പുൾ കുറച്ചുകൂടി പവർഫുൾ ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ എർത്തിൽ ഉണ്ടാകുന്ന ഹൈ ടൈഡിനും ലോ ടൈഡിനും റീസൺ is the gravitational force by the moon ആണ്. ഓക്കെ. ആൻഡ് one lunar day തന്നെ 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഓഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരു ലൂണാർ ഡേയിൽ തന്നെ 2 ഹൈ ടൈഡും ലോ ടൈഡും നമ്മുടെ എർത്തിലുള്ള ഓഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. 1 lunar day എത്രയാണ് അത് നമുക്കറിയാം, which is 24 hours and 50 minutes ആണ് 1 lunar day എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1 cycle of tidal phenomenon by the moon എന്ന് പറയുന്നതും 24 hours and 50 minutes ആണ്. Okay. Hence the option B is the answer. Next question. The spring tide occurs on. ഈ ക്വസ്റ്റ്യനും ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നമ്മൾ ആദ്യം തന്നെ സ്പ്രിംഗ് ടൈഡ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ലൂണാർ ടൈഡ് എന്താണെന്നും സോളാർ ടൈഡ് എന്താണെന്നും അറിയാം. ലൂണാർ ടൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തും മൂണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈഡാണ് ലൂണാർ ടൈഡ്. അതേപോലെ എർത്തും സണ്ണും തമ്മിലുള്ള അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈഡാണ് സോളാർ ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ന്യൂ മൂൺ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ, ന്യൂ മൂൺ കണ്ടീഷനിൽ എർത്ത്, മൂൺ ആൻഡ് സൺ എന്ന് പറയുന്ന ഒരു സെയിം പ്ലെയിനിലായിരിക്കും. ഓക്കെ. 3 ബോഡീസും ഒരു സെയിം പ്ലെയിനിലായിരിക്കും. ആൻഡ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ലൂണാർ ടൈഡിന്റെയും അതുപോലെ തന്നെ സോളാർ ടൈഡിന്റെയും ക്രസ്റ്റ്, നമുക്കറിയാം ടൈഡ് എന്ന് പറയുമ്പോൾ അതിന് ക്രസ്റ്റും ട്രഫും ഉണ്ട് അല്ലെ. അപ്പൊ ലൂണാർ ടൈഡിന്റെയും സോളാർ ടൈഡിന്റെയും ക്രസ്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന റിസൾട്ടന്റ് ടൈഡിന്റെ ഹൈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ എബവും അതിന്റെ ലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ ബിലോയും ആയിരിക്കും. ഓക്കെ. ആൻഡ് അതുകൊണ്ട് ആ ഡെവലപ്പ് ചെയ്യുന്ന ടൈഡിനെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ റിസൾട്ടന്റ് ടൈഡിനെയാണ് സ്പ്രിംഗ് ടൈഡ് ഓഫ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. വീണ്ടും നമുക്കറിയാം മൂൺ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യാണ് എർത്തിന് ചുറ്റും. അപ്പൊ മൂൺ റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിൽ, അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ എത്തുന്നു. ഏകദേശം 7.5 ഡേയ്സ് കൊണ്ടാണ് മൂൺ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ലൂണാർ ടൈഡിന്റെ ക്രസ്റ്റും സോളാർ ടൈഡിന്റെ ട്രഫും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നു. അങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന റിസൾട്ടന്റ് ടൈഡിന്റെ ഹൈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ ലോ ആണ്. അതേപോലെ ലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ കൂടുതൽ. ആ റിസൾട്ടന്റ് ടൈഡിനെയാണ് നമ്മൾ നീപ് ടൈഡ് എന്ന് പറയുന്നത്. നീപ് ടൈഡ് ഓഫ് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത്. വീണ്ടും മൂൺ ട്രാവൽ ചെയ്യാണ് ആൻഡ് 15 ഡേയ്സ് കൊണ്ട് ഇവിടെ എത്തുന്നു. അതാണ് ഫുൾ മൂൺ കണ്ടീഷൻ. അവിടെ വീണ്ടും സെയിം പ്ലെയിനിലാണ്, ബട്ട് എർത്തിന്റെ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മൂണും സണ്ണും വന്നിരിക്കുന്നത്. സെയിം പ്ലെയിനിൽ തന്നെയാണ്. ഇവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ടൈഡാണ് സ്പ്രിംഗ് ടൈഡ് ഓഫ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. വീണ്ടും മൂൺ ട്രാവൽ ചെയ്യുന്നു. 22 ഡേയ്സ് ആകുമ്പോഴത്തേക്കും തേർഡ് ക്വാർട്ടറിൽ എത്തുന്നു. അവിടെ വീണ്ടും ഒരു റിസൾട്ടന്റ് ടൈഡ് ഉണ്ടാവുന്നതാണ് നീപ് ടൈഡ് ഓഫ് തേർഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്. ആൻഡ് 29.5 ഡേയ്സ് കൊണ്ട് വീണ്ടും തിരിച്ച് ആ സെയിം പൊസിഷനിൽ തന്നെ മൂൺ എത്തുന്നു. ഓക്കെ. അപ്പം ഇപ്പം നമുക്ക് മനസ്സിലായി സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ഒക്കർ ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ടൈഡ് ഓഫ് ന്യൂ മൂൺ ഇവിടെ ഒക്കർ ചെയ്തു. അതേപോലെ തന്നെ സ്പ്രിംഗ് ടൈഡ് ഓഫ് ഫുൾ മൂൺ ഒക്കർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സ്പ്രിംഗ് ടൈഡ് ഒക്കർ ചെയ്തത് 7 ഡേ ആഫ്റ്റർ ഫുൾ മൂൺ ആണോ? അല്ല. 14 ഡേയ്സ് ആഫ്റ്റർ ഫുൾ മൂൺ അല്ല. 21 ഡേയ്സ് ആഫ്റ്റർ ഫുൾ മൂണും അല്ല, വിച്ച് ഈസ് ഫുൾ മൂൺ അല്ലേ. സ്പ്രിംഗ് ടൈഡ് ഡെവലപ്പ് ചെയ്ത് അറ്റ് ന്യൂ മൂണും അറ്റ് ഫുൾ മൂണും ആണ്. അപ്പോൾ ഓപ്ഷനിൽ ഫുൾ മൂൺ ആണ്. അപ്പോൾ ഫുൾ മൂൺ. ഓക്കെ.
Next question. Option D is the answer. Next question. Which of the following statement is incorrect എന്നാണ് ചോദിച്ചിരിക്കുന്നത്? An echo sounder can be used in strong currents. A sounding rod is used when currents very strong. An echo sounder is also called a fathometer. An echo sounder will not give correct results near jetties. ഇതെല്ലാം സൗണ്ടിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. എന്താണ് സൗണ്ടിങ്? സൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്തിനു വേണ്ടിയിട്ട്? ഡെപ്ത് ഓഫ് ദി വാട്ടർ, വാട്ടർ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സിനെയാണ് സൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സാണ് സൗണ്ടിങ് എന്ന് പറയുന്നത്. ആ സൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് അപ്പാരറ്റസ് ആണ് സൗണ്ടിങ് റോഡ്, ലെഡ് ലൈൻ, എക്കോ സൗണ്ടർ, വാട്ടർ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ സൗണ്ടിങ് റോഡ് എന്ന് പറയുന്നത് ഒരു സീസൺഡ് ആയിട്ടുള്ള ടിമ്പർ റോഡാണ്. അത് ഷാലോ വാട്ടർ ഡെപ്തിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അതായത് ഒരു അപ് ടു 5 മീറ്റർ വരെയൊക്കെയാണ് സൗണ്ടിങ് റോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എക്കോ സൗണ്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടി വാട്ടർ ഡെപ്ത് ഈസ് ടു ഹൈ. ഓക്കെ, ടു ഹൈ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എക്കോ സൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്. എക്കോ സൗണ്ടറിൽ സോണിക് പൾസസ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്, നമ്മുടെ വാട്ടർ ഡെപ്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പം ആ ടൈം, അതായത് ആ എക്കോ സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് തിരിച്ചു വരാൻ എടുത്ത ടൈമും ആ സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റിയും അനുസരിച്ചിട്ടാണ് വാട്ടറിന്റെ ഡെപ്ത് അവിടെ കണ്ടുപിടിക്കുന്നത്. എക്കോ സൗണ്ടർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വാട്ടറിന്റെ ഡെപ്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ എക്കോ സൗണ്ടറിന് മറ്റൊരു പേരാണ് ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫെർത്തോമീറ്റർ എന്നാണ്, അല്ല, ഇറ്റ് ഇസ് ഫാത്തോമീറ്റർ ആണ്. അതും ഒരു എക്കോ സൗണ്ടർ ആണ്. സൗണ്ട് വേവ്സ് ഓർ സോണിക് പൾസസ് ഉപയോഗിച്ചിട്ട് ഡെപ്ത് ഓഫ് വാട്ടർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ആൻഡ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് കറൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതും എക്കോ സൗണ്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് എക്കോ സൗണ്ടർ ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്ട്രോങ് കറൻസ്, അത് കറക്റ്റ് ആണ്. എ സൗണ്ടിങ് റോഡ് ഈസ് യൂസ്ഡ് വെൻ കറൻസ് വെരി സ്ട്രോങ്, അല്ല. ആൻഡ് എക്കോ സൗണ്ടർ ഈസ് ഓൾസോ കോൾഡ് എ ഫെർത്തോമീറ്റർ, യെസ്, ഫാത്തോമീറ്റർ. ആൻഡ് എക്കോ സൗണ്ടർ വിൽ നോട്ട് ഗീവ് കറക്റ്റ് റിസൾട്ട്സ് ഇൻ നിയർ ജെറ്റീസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ഫ്രം എ സൗണ്ടിങ് ബോട്ട് ആർ മെഷേർഡ് വിത്ത്. ഇതാണ് സൗണ്ടിങ് ബോട്ട്. ഈ സൗണ്ടിങ് ബോട്ടിൽ നിന്നുമാണ് നമ്മൾ സൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് ഈ ബെൽ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കൂടിയാണ് സൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഇപ്പോൾ ഈ ഓപ്ഷനിൽ പ്രൊട്രാക്ടർ, പ്രിസ്മാറ്റിക് കോമ്പസ്, നോട്ടിക്കൽ സെക്സ്റ്റന്റ്, ബോക്സ് സെക്സ്റ്റന്റ്, ഇതെല്ലാം ആംഗിൾസ് മെഷർ ചെയ്യാനുള്ളത് തന്നെയാണ്. ഓക്കെ, ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഫ്രം എ സൗണ്ടിങ് ബോട്ടിൽ നിന്ന് മെഷർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോട്ടിക്കൽ സെക്സ്റ്റന്റ്, ഓപ്ഷൻ സി നോട്ടിക്കൽ സെക്സ്റ്റന്റ് ആൻസർ. സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് നമുക്ക് രണ്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സിനെ സൈമുൾട്ടേനിയസ് ആയിട്ട് സൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും സെക്സ്റ്റന്റ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. ഈ സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് മെയിൻലി 3 തരത്തിലാണുള്ളത്: നോട്ടിക്കൽ സെക്സ്റ്റന്റ്, ബോക്സ് സെക്സ്റ്റന്റ് ആൻഡ് സൗണ്ടിങ് സെക്സ്റ്റന്റ്. അതിൽ നോട്ടിക്കൽ സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് നാവിഗേഷണൽ പർപ്പസസിനാണ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ ആസ്ട്രോണമിക്കൽ പർപ്പസസിനും അത് യൂസ് ചെയ്യുന്നുണ്ട്. ബോക്സ് സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് കൂടുതലും എന്താണ്, രണ്ട് ഇൻആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ്സിനെ തമ്മിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻആക്സസിബിൾ പോയിന്റ്സ് തമ്മിലുള്ള ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെക്സ്റ്റന്റ് ഏതാണെന്ന് വെച്ചാൽ വിച്ച് ഇസ് ബോക്സ് സെക്സ്റ്റന്റ് ആണ്. ഇവിടെ നമുക്കറിയാം സൗണ്ടിങ് ബോട്ടിൽ നിന്നും ആംഗിൾ മെഷർ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോട്ടിക്കൽ സെക്സ്റ്റന്റ് ആണ് കറക്റ്റ് ആൻസർ. പ്രൊട്രാക്ടർ എവിടെയാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്? ഡ്രോയിങ്സിലൊക്കെ മെഷർ ചെയ്യുന്നത് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട്. ആൻഡ് പ്രിസ്മാറ്റിക് കോമ്പസ് നമ്മുടെ കോമ്പസ് സർവേയിങ്ങിൽ സർവേ ലൈൻസിന്റെ ബെയറിംഗ് കണ്ടുപിടിക്കാൻ, ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാനൊക്കെ, അല്ലെ, ട്രാവേഴ്സിന്റെ ഇൻക്ലൂഡ് ആംഗിൾ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിസ്മാറ്റിക് കോമ്പസ് സർവേയിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Polar moment of inertia of a rectangular section is of width b and height h is given by. Polar moment of inertia എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റി എന്താണ്?
ഒരു ഒബ്ജക്റ്റിന് ടോർഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി തന്നെയാണ് അത് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ടോർഷനോടുള്ള റെസിസ്റ്റന്റിനെയാണ്. ഓക്കെ, ആൻഡ് ഇത് നമ്മളൊന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കണം. ഇപ്പൊ സ്ക്വയർ സെക്ഷന്റെ കേസിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് a²/6 ആണ്. എ എന്ന് പറയുന്നത് അതിന്റെ വൺ സൈഡ് ആണ്. ആൻഡ് റെക്ടാങ്കിളിന്റെ കേസിലാണെങ്കിൽ b² + d² × bd/12. ഓക്കെ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആൻഡ് ഒരു സോളിഡ് ഷാഫ്റ്റിനാണെങ്കിൽ വിച്ച് ഈസ് πd⁴/32 ആൻഡ് ഹോളോ ഷാഫ്റ്റിനാണെങ്കിൽ π/32 × d⁴ - d⁴, where capital D എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഡയമീറ്ററും d എന്ന് പറയുന്ന സ്മോൾ d is the internal diameter. അപ്പോൾ നമുക്കറിയാം for a rectangular section the option C is the correct answer. Okay. Next question. Flexural stress developed in a material results in. Okay. Tensile stress, compressive stress, shear stress, combination of tensile and compressive stress. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ തന്നെ നോക്കാം. ദിസ് ഈസ് എ ബീം ആൻഡ് ദിസ് ബീം ഈസ് സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ്സ് അല്ലേ, ലോഡ്സ് സബ്ജക്റ്റഡ് ആയി ആൻഡ് ദിസ് ബീം ഹാഡ് എ ടെൻഡൻസി ടു ബെൻഡ് അല്ലേ. അപ്പോൾ എന്താണ്, ബെൻഡ് ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ഏരിയാസിൽ കംപ്രസീവ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു, ന്യൂട്രൽ ആക്സിസിന് ബിലോ താഴെയുള്ള പോർഷൻസിൽ ടെൻസൈൽ ഫോഴ്സസുമാണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് ഈ ബീം ഹാഡ് എ ടെൻഡൻസി ടു റെസിസ്റ്റ് ദിസ് ബെൻഡിങ് മൊമെന്റ് അല്ലെ, ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇന്റേണൽ സ്ട്രെസ്സസ് നമ്മുടെ ബീമിന്റെ അകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇന്റേണൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ആക്ടിങ് ഓൺ ദ മെറ്റീരിയൽ, ഈ മെറ്റീരിയലിലേക്ക് ആക്ട് ചെയ്യുന്നു ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ന്യൂട്രൽ ആക്സിസിന് മുകളിലേക്ക് കംപ്രസീവ് സ്ട്രെസ്സസും ന്യൂട്രൽ ആക്സിസിന് താഴേക്ക് ടെൻസൈൽ സ്ട്രെസ്സസുമാണ് ഡെവലപ്പ് ചെയ്യുന്നത് ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലെക്സുറൽ സ്ട്രെസ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, ഹെൻസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്ലെക്സുറൽ റിജിഡിറ്റി ഓഫ് എ ബീം ഈസ് എക്സ്പ്രസ്ഡ് ബൈ. ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്താണ്? ഇറ്റ് ഈസ് how much a beam rigid towards bending. ബെൻഡിങ്ങിനോട് എത്രമാത്രം റിജിഡ് ആയിട്ടാണ് ബീം ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് ക്രോസ് സെക്ഷണൽ പ്രോപ്പർട്ടീസ്. ആൻഡ് ഈ ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് modulus of elasticity and moment of inertia, and E is the modulus of elasticity and I is the moment of inertia, hence option A is the correct answer. Okay, next question. 1 megapascal is equivalent to 1 megapascal എന്ന് പറയുന്നത് നമുക്കറിയാം 1 Newton/mm² ആണ്. അതിനെ kN/m²ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ kN/m² കിട്ടും. നമ്മൾ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ദ കറക്റ്റ് ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്, 10⁻³ kN/m². ഹെൻസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസോടെ ഞാൻ പാർട്ട് 2 വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ തുടർന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.